ഞാൻ അങ്ങനെ കള്ളം പറയില്ല. നീ കള്ളം പറയാൻ അറിഞ്ഞോടെ സാധനം അടിച്ചു വന്നോളൂ. ഹായ് ഗൈസ്, നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അല്ല മെരി ക്രിസ്മസ്. പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞിരിക്കും. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ചിലപ്പോൾ അപ്പം ന്യൂ ഇയർ കഴിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ രണ്ട് ടീമായിട്ട് നിന്ന് രണ്ട് പ്രീ വർക്കൗട്ട് കുടിച്ചിട്ട് അതിന്റെ റിവ്യൂ അങ്ങനെ റിവ്യൂ എടുക്കാനാണ്. അതായത് രണ്ട് പ്രീ വർക്കൗട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ആദ്യം നോർമലി എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും, മസിൽ പ്ലേസിന്റെ എക്സ്ട്രീം. നോർമലി എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള സാധനം ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ ഉള്ള സാധനം നിങ്ങൾ കേട്ടിട്ട് കണ്ടിട്ടുണ്ടോ ഉള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഹെഡ് ഷോട്ട്. സോ ഇത് രണ്ടും നമ്മൾ റിവ്യൂ എടുക്കുന്നത് ഫസ്റ്റ് വീഡിയോ പോലെ എല്ലാം ഒരുമിച്ചല്ല ചെയ്യുന്നത്. ഇതൊരു ടീം എടുക്കും, ഇത് വേറെ ടീം. അപ്പോൾ ഇത് എൻ്റെ ഒരു ടീമും ഞാനും വേറെ ആരെങ്കിലും മസിൽ പ്ലേസിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ, പ്രീ വർക്കൗട്ട്. ബാക്കി ഒരു സാധനത്തിന് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ രണ്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി കാണാം. ലെറ്റ്സ് സീ. minutes later. ചൊറിച്ചിലുണ്ടാ? ചൊറിച്ചിലുണ്ടാ? ഒന്നുമില്ല, എനിക്കുണ്ടാ. മറ്റത് നന്നായിട്ട് ചൊറിച്ചിലുണ്ട്. അതായത് ഹെഡ് ഷോട്ട് ഞാൻ ചെയ്തത് നന്നായിട്ട് ചൊറിച്ചിലുണ്ട്. നെറ്റിയുടെ അവിടെ, ഇവിടെ ഒക്കെ നല്ല ചൊറിച്ചിലുണ്ട്. അത് 72 സെർവിങ്ങാണ് വരുന്നത്. അത് 1033 എന്താണെന്ന് റേറ്റ് തോന്നി, എനിക്കറിയില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഹെഡ് ഷോട്ടിൻ്റെ അതായത് ന്യൂട്രീഷൻ ഫാക്സ് ഇപ്പുറത്തും നമ്മളെ ഇതിൻ്റെ മസിൽ പ്ലേസ് എക്സ്ട്രീമിൻ്റെ ഇപ്പുറത്തും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ചെക്ക് ചെയ്ത് നോക്കിയോളും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ള റിവ്യൂസൊക്കെ പറയാം. ഞാനും അവനോട്ട് പറയാം. അപ്പം ഞാനും അവനും മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഹെഡ് ഷോട്ടും മറ്റവൻ അശ്വിൻ ഇതുമാണ് ചെയ്തിരിക്കുന്നത്, മസിൽ പ്ലേസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് എന്തായാലും വീഡിയോ ചെയ്യാം, പറയാം. ചിലപ്പോൾ ഒരേ വർക്കൗട്ടായിരിക്കും ചെയ്യുന്നത്. വർക്കൗട്ട് ഇടയ്ക്ക് എന്തായാലും പറയാം. ഓക്കെ. സീരിയസോ നല്ല സീരിയസ് ആവുന്നത്. അതെന്തി എന്തിനു ഫ്രെയിമിങ് പറഞ്ഞല്ലേ? അടുത്തവായി പ്രീയുടെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? പ്രീയുടെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നീ കഴിച്ചതേത്? ബിഗ് ഷോട്ട് അല്ല, ഹെഡ് ഷോട്ട്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എത്ര സാധാരണ ഇതൊരു ചാത്തൻ സാധനം എന്നുള്ള മൈൻഡായിരുന്നു.
പക്ഷെ എനിക്ക് ഇന്ന് പ്രതീക്ഷിക്കാതെ എത്തി കുറച്ച് സ്റ്റാമിന കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇത്ര സ്റ്റാമിന കിട്ടും. ഇപ്പൊ നാളെ ഇതിപ്പോ ഞാൻ മാത്രമേ ചെയ്തോളൂ. ഇതിപ്പോ ഇവൻ എങ്ങനെ പിടിക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിപ്പോ ചെയ്തപ്പോ എനിക്കിപ്പോ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് വെയിറ്റ് പോയി. ഇന്നലെ ജിമ്മ അവധിയാണ്. ചിലപ്പോ ഇന്നലത്തെ അതുകൂടെ ചേർത്ത് ഇന്ന് കിട്ടിയാൽ എനിക്ക് അറിഞ്ഞൂടാ. മൈൻഡ് സെറ്റിന്റെ ആവാനാണ് ചാൻസ്. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല. ഭയങ്കര ആദ്യത്തെ ഒരു 5 മിനിറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അതുമല്ല ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു. ഇന്നലെ ബോഡിയിൽ കഫൈൻ കയറിയിട്ടില്ല. സോ ഇന്ന് കഫൈൻ കയറുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് തോന്നും. ഞാൻ എടുത്ത മസിൽ ബ്ലേസിന്റെ കാര്യമാണെങ്കിൽ ഒന്നാമത് എനിക്ക് ഇപ്പോഴും വെയിറ്റ് പോണില്ല. എന്റെ മസിലെല്ലാം പോയി 10-15 കിലോ കുറഞ്ഞ്. പക്ഷേ ഉറക്ക ക്ഷീണം മാറി, അത്രേ ഉള്ളൂ. മസിൽ ബ്ലേസിന്റെ ആക്ച്വലി ഇത് അതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഭയങ്കര ഹൈപ്പോ അല്ല, നോർമലും അല്ല. നമ്മുടെ ഡൈനാമൈറ്റിൽ അത്ര വരില്ല. എന്നാലും ലാസ്റ്റ് വർക്കൗട്ട് കഴിയുമ്പോൾ പറയാം. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ഏറ്റവും സാധനം ബെസ്റ്റ് ഡൈനാമൈറ്റ്. പിന്നെ മസിൽ ബ്ലേസ് റാങ്ക് ചെയ്യാനാണെങ്കിൽ കുറച്ചുണ്ട്. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇന്നലെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഇന്നലെ വരാത്തതുകൊണ്ടായിരിക്കും ഇന്ന് പിടിച്ചത്. സോ നോക്കാം, ബാക്കി വർക്കൗട്ട് ആയിട്ട് വരാം. 1 hour later. അപ്പം എങ്ങനെയുണ്ട് ഹെഡ് ഷോട്ട്? അപ്പോ ചെയ്തു. ഇതിന്റെ ഇടയിൽ കൂടെ കയറിക്കോ. അവന്മാര് മതി. ഹെഡ് ഷോട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ ചെയ്ത ചെസ്റ്റും ഷോൾഡറുമാണ്. ഞാൻ ചെയ്ത വർക്കൗട്ട് അതിന് മുന്നേ ഞാൻ ചെയ്ത പ്രീ വർക്കൗട്ട് ബിഗ് ഷോട്ടാണ്. ഹെഡ് ഷോട്ടാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞു ഹെഡ് ഷോട്ടാണ്. അപ്പോൾ അവിടെ പോയി ഫിനിഷ് ചെയ്യും. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ബ്രേക്ക് ആയതുകൊണ്ടും പിന്നെ ഇന്നലെ കപ്പിങ് കൊടുക്കാതെ സീരിയൽ പറയാതെ 10 മിനിറ്റ് തേക്കണ്ടേ നിറച്ച മുടി അവിടെ അടുത്തോളത്ത് എന്തൊക്കെ ഇരിക്കും. അങ്ങനെ ചെസ്റ്റിന്റെ വർക്കൗട്ട് കഴിഞ്ഞ് ഷോൾഡറും കഴിഞ്ഞു. ചെസ്റ്റിന് ചെയ്ത് ഏതൊക്കെ ആയിരുന്നു ഇപ്പം തന്നെ 10 മിനിറ്റ് ആയി. എടാ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ ഞാൻ പറയാം, ഞാൻ മസിൽ ബ്ലേസ് ആണ് യൂസ് ചെയ്തത്. വർക്കൗട്ട് ഞാൻ ആകെപ്പാടെ 4-3 വട്ടേ ചെയ്തോളൂ. ആൻഡ് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ എനിക്കിത് ഒരു ഓക്കെ പ്രീ വർക്കൗട്ടാണ്. അങ്ങനെ ഭയങ്കര വലിയ സംഭവം അല്ലെങ്കിൽ ഒട്ടും കൊള്ളൂല്ലാത്ത രീതിയിലുള്ളതല്ല. മസിൽ ബ്ലേസിന്റെ എക്സ്ട്രീം അല്ലേ? സോ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിൽ ആവറേജ് റിവ്യൂ. ഒരു ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് പ്രീ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നു മസിൽ ബ്ലേസ് ഫോർ ബിഗിനേഴ്സ്. പക്ഷെ അന്നും ഡൈനാമൈറ്റ് അതിനെക്കാട്ടിയും ബെസ്റ്റ് ഒരു സാധനം ഇനി കണ്ടുപിടിക്കണം. സൈക്കോട്ടിക് ഉണ്ട്, അത് സൈക്കോൾക്കുള്ളത്. അല്ലാതെ മറ്റത് ഇനി പ്രീ വർക്കൗട്ടിൽ കണ്ടുപിടിക്കണമെന്നല്ല പറഞ്ഞത്, നമ്മൾ ഇനി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്നത് പറഞ്ഞു. സൈക്കോട്ടിക് ഉണ്ട്. ബെസ്റ്റ് ആയിട്ട് തോന്നിയ മസിൽ ബ്ലേസ് ആണ്. ഏത് ഡൈനാമൈറ്റ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് തോന്നിയ മസിൽ ബ്ലേസ് ആണ്. അത് എക്സ്ട്രീം തന്നെയാണ് കേട്ടോ. സൈക്കോട്ടിക് യൂസ് ചെയ്തിട്ടുണ്ടോ? സൈക്കോട്ടിക് യൂസ് ചെയ്തിട്ടില്ല. C4 ഞാൻ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ ജിമ്മിൽ. അത് എൻ്റെതല്ല, വേറൊരാളുടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എന്ന് വെച്ചാൽ ഞാൻ അത് കൊള്ളായിരുന്നു. അത് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റും കൊള്ളാം. അതിൻ്റെ ഏത് ഫ്ലേവർ ഞാൻ മറന്നുപോയി, കുറേ വർഷമായി. അപ്പോൾ C4 ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സൈക്കോട്ടിക് എൻ്റെ കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ ടൈമിൽ സൈക്കോട്ടിക് അല്ലാതെ പറ്റൂല, അത്രയും വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ അത് കഴിഞ്ഞ് എപ്പോഴും പ്രീ വർക്കൗട്ടിൻ്റെ റിവ്യൂ തന്നെ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഇടയ്ക്കിടയ്ക്ക് വേറെ കാര്യങ്ങളും ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഏറ്റവും വില കുറവ് പ്രീ വർക്കൗട്ടിനാണ്. അല്ല സപ്ലിമെന്റ്സിന്റെ മാത്രമല്ല, അതിന്റെ വിലയുണ്ട്. ആ പിന്നെ ക്രിയേറ്റിന് റിവ്യൂ എങ്ങനെയാണ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, അതിൽ എങ്ങനെയാണ് റിസൾട്ട് ട്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറെ ഒന്നും ഇതൊന്നും നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമുള്ള, അതൊക്കെ ബോഡി ബിൽഡിംഗ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പോർട്സിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്നല്ല. മൈക്കിന് വാഗോണ്ട് വയ്ക്കണ്ടല്ലോ, നീ അവിടെ നോക്കി പറ. സോ പിന്നെ അല്ലാതെ എനിക്ക് അറിയാന്നുള്ള പ്രൊപ്പറേറ്റ് ട്രെൻഡ് അല്ല, അത് വേണ്ട, കട്ട് ചെയ്തേ. ഇത് മൊത്തം മെഡിസിൻ ആണ്. നമ്മൾ നാച്ചുറലാണ്, ഫുൾ നാച്ചുറലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത എല്ലാ വീഡിയോ വരും. ഈ വീഡിയോ ഇനി എപ്പോൾ വരും അറിഞ്ഞൂടാ. വീഡിയോ കഴിഞ്ഞല്ല, പിന്നെ എന്ത് സംസാരിക്കണം? നടത്തിട്ട് പോടേ. ഇത് കട്ട് ചെയ്യും. ബൈ.